പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ സഭയുടെ വിവേചന അധികാരത്താൽ നടക്കുവാൻ പ്രത്യക്ഷകളിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ വാചകന്മാരുടെ ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ശ്രുതികട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഞങ്ങളുടെ ഉടമ്പടി നിയോഗം ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴീശയ്ക്ക് സമർപ്പിക്കുക. ഉടമ്പടി എടുക്കാനിരിക്കുന്നവർ അപ്പോഴും വയ്ക്കാനിരിക്കുന്ന നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. ശ്രദ്ധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നടന്ന നല്ല സാക്ഷ്യങ്ങളിലൊന്ന്
ഒരു ഡോളി എന്ന് പറഞ്ഞ സഹോദരിയാണ്, ഉടമ്പടി സാക്ഷിയാണ്. ഈ ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഇത് സമയത്തെ നമുക്കറിയാം, ഉടമ്പടി എപ്പോഴും പലപ്പോഴും സമയത്തെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ കണ്ടായിരുന്നു. സങ്കീർത്തന പുസ്തകത്തിലെ സങ്കീർത്തനത്തിലെ 81:14 അതായത് ദൈവവചനം പാലിക്കുന്നവർക്ക് ദൈവം അതിവേഗം സങ്കട നിവർത്തി വരുത്തുന്നു എന്നുള്ളത്. ഏതാണ്ട് അതിനോട് സാധർമ്യമുള്ളൊരു വചനമാണ് ജോഷുവയുടെ പുസ്തകത്തിലുള്ളത്. ജോഷുവ 4:9 ഈ ജോർദാൻ നദിയിലെ പുരോഹിതര് വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട്. ഈ സമയത്ത് സംഭവിക്കുന്ന വിഷയം എന്താണ്? പുരോഹിതന്മാരെ തങ്ങളുടെ തോളിലെ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുമ്പോൾ അതൊരു പ്രതീകാത്മകമായ നിൽപ്പാണ്. എന്താ കാരണം? അപ്പോഴെന്താ സംഭവിക്കണത്? ജോഷുവ 4:9 തൊട്ട് ജോഷുവ 4:11 വായിക്കുമ്പോൾ എന്താ പറയണത്? ഇങ്ങനെ വാഗ്ദാന പേടകം ചുമലിലേറ്റുമ്പോൾ ജനം അതിവേഗം ജോർദാൻ കടന്നു എന്നുള്ളത്. ഇപ്പം ഈ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരും പിന്നീട് സംഭവിക്കുന്ന അതിവേഗം 6 ലക്ഷം പുരുഷന്മാർ തന്നെ ഇത് ജോർദാൻ കടക്കുകയാണ്. ജീവിതത്തിൻ്റെ അവർ വാഗ്ദാന നാട്, ദൈവം അവർക്ക് വേണ്ടി അനുവദിച്ച വാഗ്ദാന നാട്ടിൽ പ്രവേശിക്കുകയാണ്. നമ്മൾ ഉടമ്പടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നിൽക്കുന്നത് അവർ ദൈവത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുക. സർവോപരി ജോഷുവയിലൂടെ ദൈവമാണ് പുരോഹിതന്മാരുടെ പാദങ്ങൾ ജോർദാനിൽ സ്പർശിക്കുമ്പോൾ ജോർദാൻ വറ്റിപ്പോകും. ആ സമയത്ത് ജനങ്ങൾ വാഗ്ദാന നാട് പ്രാപിക്കും എന്നുള്ളത് ഇത് എക്കാലത്ത് സംഭവിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ആധ്യാത്മിക വിവേചനമാണ്. നമുക്കറിയാമല്ലോ ഈ വചനങ്ങളുടെ ഒരു പ്രത്യേകത, വചനങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളുമെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ 2 കൊറിന്ത്യർ ശ്രദ്ധിച്ച മക്കളെ, ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 കർത്താവേ ഞങ്ങളിലേക്ക് കടന്നു വരണം. യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:14 തിരുവചനം. 1 കൊരിന്ത്യർ 2:14 ഈ വചനങ്ങളെല്ലാം ഈ ദാനങ്ങളെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. അപ്പം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും ഇപ്പം ജോഷുവയിൽ 4:9 പറയുന്ന വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരെ ജോർദാൻ നദി ചവിട്ടുമ്പോഴേ വെള്ളം വറ്റിപ്പോണതും, ജോഷുവ 4:11 പറയുന്ന വാഗ്ദാന നാട് ജനം പ്രവേശിച്ചു എന്നല്ല, അതിവേഗം പ്രവേശിച്ചു. കാരണം താമസിക്കുന്ന എല്ലാ വിഷയം താമസിച്ചു കഴിഞ്ഞാൽ
അതിൻ്റേതായിട്ടുള്ള ഭവിഷ്യത്തുകളുണ്ടാകും എല്ലാ വിഷയത്തിനും. ഇപ്പം നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ താമസിച്ചു കഴിഞ്ഞാൽ, മണിയടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ 15 മാർക്കിന് ചോദ്യം എക്സ്ട്രാ എഴുതാതെ കിടക്കും. താമസിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അതാണത് എല്ലാ വിഷയങ്ങൾക്കും. ഞാനിത് പറയാൻ കാരണം, ഉടമ്പടി എപ്പോഴും വേഗതയുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും, അപ്പോൾ നിങ്ങളോർക്ക് ഇങ്ങനെ ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരണമെന്നല്ല, അങ്ങനെയല്ല. ദാനങ്ങളെല്ലാം പൗരസപ്പോസം പറയുന്ന പോലെ 2 കൊറിന്ത്യൻസ് നമ്മൾ വായിച്ചില്ലേ ഇപ്പോഴ്. ഇപ്പം അതെല്ലാം ആധ്യാത്മികമായി, ഇപ്പോൾ 1 കൊറിന്ത്യൻസ് 2:14 എഴുതിയിരിക്കുന്ന പോലെ വചനങ്ങളെല്ലാം ആധ്യാത്മികമായി വിവേചിക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങളും എന്താ, ഞാൻ വചനങ്ങളില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാവോ? വചനങ്ങളും ആത്മീയമായി വിവേചിക്കേണ്ടതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദാനങ്ങൾ മാത്രമല്ല, വചനവും ദൈവവചനവും ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. ദൈവവചനത്തിൻ്റെ ആത്മീയ വിവേചനം ഒരു വലിയ പ്രധാനപ്പെട്ട ആത്മീയ മേഖലയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 6:63 എന്താ ഈശോ പറയണത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. വചനം ഒരേ സമയം തന്നെ 6:63 എന്താ പറയണത്? വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് പറയണത്. എന്താണ്? വചനം ആത്മാവാണെങ്കിൽ, വചനം ജീവനാണെങ്കിൽ തീർച്ചയായും ദൈവവചനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടണം. ആത്മീയമായി വിവേചിക്കപ്പെടുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ ദൈവവചനം എങ്ങനെയാണ് നമ്മൾ വാഗ്ദാന പേടകമാകുന്നത്? ഇപ്പോൾ ഉടമ്പടി എന്താ സംഭവിക്കുന്നത്? ഉടമ്പടിയിലൂടെ ആ വ്യക്തി വചനത്തെ ക്യാരി ഓവർ, വചനത്തെ വഹിക്കുകയാണ് ചെയ്യണത്. വചനത്തെ തൻ്റെ ജീവിതത്തിൽ വഹിക്കുന്നു. എന്നുവെച്ചാൽ വചനം അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. യോഹന്നാൻ 2:5 അനുസരിച്ച് കൊണ്ട് അമ്മയാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ ഫോർമുല നമുക്ക് വെളിപ്പെടുത്തുന്നത്. എന്താണ്? നടക്കാത്ത കാര്യം നടക്കാൻ, ആകാത്ത സമയമാക്കി സമയം ചുരുക്കാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യാൻ. എന്നുവെച്ചാൽ ദൈവവചനം പാലിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം വഹിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വചനവാഹകരായി മാറും. ദാറ്റ് മീൻസ് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയാണ്, അതുപോലെ തന്നെ ദിവ്യകൃപാന, 2 വാഗ്ദാന പേടകമാണ് സഭയിലുള്ളത്. 3ാമത്തെ വാഗ്ദാന പേടകം ഞാനും നിങ്ങളുമാണ്. 3ാമത്തെ വാഗ്ദാന പേടകം എന്താണ്? ദൈവവചനം അനുസരിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വാഗ്ദാന പേടകം. അവരെ പ്രളയം മുക്കിക്കളയത്തില്ലെന്നാണ് പറയണത്. വാഗ്ദാന ജീവിതത്തിൻ്റെ പ്രളയമില്ലേ? ഇപ്പം ഡോളി എന്നും പറഞ്ഞ് ഒരു സഹോദരി ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം പോർട്ടുഗലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിദേശ രാജ്യങ്ങളുള്ളവരെല്ലാവരും വൈകുന്നേരം ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ പറയുന്ന മരിയൻ തീർത്ഥയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാര്യം അവരെന്താ, അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് അവർക്ക് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഉദ്ദേശമില്ല. അവർക്ക് കൊടുത്ത പ്രാധാന്യം വെച്ചാൽ അവർക്ക് 4 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് അവർ വരത്തുള്ളൂ. അവരുടെ സാക്ഷ്യങ്ങൾ എത്രയും വേഗം നമുക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശമാണ്. കാര്യം എന്താണ്? ഒത്തിരി പേര് സാക്ഷ്യം പറയാൻ വേണ്ടി വെമ്പണുണ്ട്. എന്താ കാര്യം? ദൈവം അവർക്ക് ചെയ്ത കാര്യങ്ങൾ
അത് സഭാസമക്ഷം പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വചനത്തിൻ്റെ സ്ഥിരീകരണമാണ് അവിടെ നടക്കുന്നത്. വചനത്തിൻ്റെ സ്ഥിരീകരണം പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ് ഉടമ്പടിയുടെ സ്ഥിരീകരണം, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണം. ഇതെല്ലാം നടക്കുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സ്ഥിരീകരണമായത് കൊണ്ടാണ്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16:20 എന്താണ് പറയണത്? ദൈവം അവരോട് സഹകരിക്കുകയും അവരോട് സഹകരിക്കുകയും തൻ്റെ അടയാളങ്ങളാൽ അവരുടെ പ്രസംഗങ്ങളെ ദൈവവചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം സ്ഥിരീകരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ബാധ്യതയാണത്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കുക. അപ്പോൾ ഉടമ്പടിയുടെ സ്ഥിരീകരണമായിട്ട് ഡോളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛാ ഇത് ഈ ഹോം അവിടെ ചെന്ന് താമസിക്കുന്ന റെസിഡൻഷ്യൽ പെർമിറ്റ് പോർട്ടുഗൽ ആർക്കും കൊടുക്കണില്ല എന്നാണ് പറഞ്ഞത്. അഥവാ കിട്ടണമെങ്കിൽ 1.5 കൊല്ലം വേണം. കാരണം അവിടെ താമസിക്കാനുള്ള റെസിഡൻഷ്യൽ ലൈസൻസ് ഇവർക്കതൊന്നും അറിയത്തില്ല. ഇവർ ഉടമ്പടി ചെയ്തപ്പോൾ വെറും 1.5 ആഴ്ച കൊണ്ടാണ് 1.5 കൊല്ലം കൊണ്ട് കിട്ടേണ്ട പോർട്ടുഗൽ റെസിഡൻഷ്യൽ ലൈസൻസ് വെറും 1.5 ആഴ്ച കൊണ്ട്. ഇപ്പം എന്തോ ഈ സമയം എന്തുമാത്രം ചുരുങ്ങിയെന്ന് നോക്കിക്കേ. സമയം എന്തുമാത്രം ചുരുങ്ങി. ഒരു പക്ഷെ നമ്മൾക്ക് വിസ്മയകരമായ രീതിയിൽ സമയം ചുരുങ്ങി. ഇതുപോലെ തന്നെയാണ് കുടുംബങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള എല്ലാവരും, കാത്തലിക്സ്, യാക്കോബൈസ്, ഓർത്തഡോക്സുകാരെല്ലാവരും അവരെല്ലാം പറഞ്ഞത് അതിവേഗം അവരുടെ കുടുംബ പ്രാർത്ഥന സെറ്റ് ചെയ്തതെന്നാണ്. 10-12 കൊല്ലങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന് തളർച്ച ബാധിച്ച ആധ്യാത്മിക ജീവിതം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് ആണ്, ശരിക്കും ഒറ്റ ദിവസം കൊണ്ടാണ് ഈ ആധ്യാത്മിക ജീവിതം ശക്തി പ്രാപിച്ചത്. അപ്പം ഭൗതിക മേഖലയിൽ മാത്രമല്ല ആത്മീയ മേഖലയിലും അതിവേഗമാണ്. അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഫോർമുലയുടെ ഗുണവത. അതാണ് ജോഷുവ 4:9 പറയുന്നത്. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജോർദാൻ്റെ മധ്യത്തിൽ ഊന്നി. നമുക്ക് ജോർദാൻ എന്ന് പറയുമ്പോൾ കണ്ണുനീരും ജോർദാൻ എന്ന് കേൾക്കുക ഉടനെ. കാര്യം പഴയ പാട്ടാണത്. മനുഷ്യപ്രളയം, അതായത് ഇന്ന് എൻ്റെ കിച്ചണിൽ നിൽക്കുന്ന പ്രേക്ഷിത അവതരിച്ചും പറഞ്ഞ, അച്ഛാ പ്രളയം ഉണ്ടാകാൻ പോകുന്ന പോലെ സ്വപ്നം കണ്ടു, ഞങ്ങളുടെ വീടൊക്കെ ഒഴുകിപ്പോണ പോലെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്തത് ഞാനവിടെ അവരോട് പറഞ്ഞു, അത് പ്രെയർ ചെയ്യേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ്. സാധുക്കളായ മനുഷ്യരെ, സത്യസന്ധരും നിഷ്കളങ്കരുമായിട്ടുള്ള മനുഷ്യരെ, അധികം ബുദ്ധിയുടെ തലക്കനയില്ലാത്തവരോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്വപ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ ദർശനങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കും. ചിലപ്പോൾ ആന്തരികമായ തോന്നലുകളിലൂടെ സംസാരിക്കും. അപ്പോൾ നമ്മളത് സ്വപ്നം എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ദൈവം ഇന്നും സ്വപ്നങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ട്. എന്നോട് ഈശോ പറഞ്ഞത്, പഴയ ഇടങ്ങളിലേക്ക് നീ പോയി തല വെക്കരുത്, നീ പ്രതിയാകുമെന്നാണ് പറഞ്ഞത്. ഒരു വലിയ സ്വപ്നം കാണിച്ചിട്ടും പറഞ്ഞതാണ്, പഴയ ഇടങ്ങളിൽ പോയി പഴയ ബന്ധങ്ങൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴയ സംരംഭങ്ങൾ അവിടെ പോയി നീ തലവെക്കരുത്. തലവെച്ചാൽ നീ പ്രതിയാകും. എന്നാൽ ദൈവതിരുസന്നിധിയിൽ നീ തള്ളപ്പെടും.
പിശാച് നിന്നെ കൈകാര്യം ചെയ്യും. നീ ചെയ്യാത്ത കാര്യങ്ങൾക്ക് നീ ആക്ഷേപമേൽക്കും. അപ്പോൾ എന്താ, ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഓരോരോ മെസ്സേജുകൾ ദൈവം തരും. ഈ ദൈവത്തിൻ്റെ മധുരം അടുത്ത ആൾക്കാരാണ് വേറെ ഒന്നിനും പോയി പിന്നെ തലയിട്ട് സമയം കളയാത്തത്. ദൈവത്തോടൊരു ബന്ധമില്ലാത്തവൻ കണ്ടവൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടും, കൊണ്ടേ തലയിട്ട് കൊടുക്കും. ആവശ്യമുള്ളതിന് നമുക്ക് തലയിടണമേ, ആവശ്യമില്ലാത്തതിന് തലയിട്ട് കാര്യമില്ല. ആവശ്യമുള്ളതിന് തലയിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് നമുക്കൊരു ധാർമ്മിക ബാധ്യതയാണ്. ഇപ്പം തന്നെ ആവശ്യമുള്ളതിന് തലയിടണമെന്ന് പറഞ്ഞില്ലേ. ഇപ്പം തന്നെ ഇവിടെ എന്താ നടക്കുന്നത്, അഫ്യു എന്നിയ കല്ലറക്ക് നമ്മുടെ പാലാ പിതാവ്, കളറങ്ങാട്ട് പിതാവ്, അദ്ദേഹം എന്താ പറയണത്, അദ്ദേഹം ഒരു ഹോമിലിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്രിസ്ത്യൻ സഭയിൽ സെർമണുണ്ട്, അതുപോലെ തന്നെ ഹോമിലിയുണ്ട്. ഹോമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം കുടുംബാംഗങ്ങളുമായിട്ടിരുന്നുകൊണ്ട് ഇടവകക്കാരുമായിട്ടിരുന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. ദൈവിക കാര്യങ്ങളെ അവരുടെ ധാർമ്മിക മേഖലകളിൽ എങ്ങനെയെല്ലാം ചെലുത്തണം, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിവെയറാകണം, ശ്രദ്ധ ചെലുത്തണം, നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം എന്ന് പറയുന്ന ഹോമിലിയാണത്. അല്ലാതെ പബ്ലിക് ഒറേഷൻസ് ഒന്നുമല്ല, പബ്ലിക് സ്പീച്ച് അല്ല, ഇറ്റ്സ് എ ഹോമിലി. ആ ഹോമിലിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അത്. ഇപ്പോഴല്ല, ഒന്നാമതൊരു സുവിശേഷ വചനം അനുസരിച്ച് കൊണ്ട് എല്ലാ പിതാക്കന്മാരും അത് പറയാൻ ബാധ്യസ്ഥരാണ്. അത് ഗവൺമെൻറ്റിനെയും സമൂഹത്തെ ഒന്നും നോക്കിയല്ല അത് പറയണത്. അത് അവർ വാങ്ങിച്ചിരിക്കുന്ന പട്ടത്തോട് അവർ കാണിക്കുന്ന പ്രവാചികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണിത്. അതിപ്പോൾ തുടങ്ങിയല്ല, എല്ലാ കാലങ്ങളിലും പിതാക്കന്മാരും പിതാക്കന്മാരെ ഞങ്ങളെപ്പോലെ സഹായിക്കുന്ന വൈദികരുമൊക്കെ ജനങ്ങളോട്, ഞങ്ങളീ കുമ്പസാരവും കൗൺസിലിങ്ങൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായ അറിവുണ്ട്. കുമ്പസാരത്തിന് തെളിവുകൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ, കൗൺസിലിങ്ങിന് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ പറ്റത്തില്ല. അതൊരു രഹസ്യമായ ആധ്യാത്മികമായ ആത്മീയ ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ്. അപ്പം അവിടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നാലും സഭയുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് ഒന്നെങ്കിൽ കൗൺസിലിങ്ങിലൂടെ, ധ്യാനകേന്ദ്രത്തിലൂടെ, അല്ലെങ്കിൽ കുമ്പസാരത്തിലൂടെ ഞങ്ങൾക്ക് കൃത്യമായ അറിവുകൾ ലഭിക്കും. ഒരിക്കലും ഒരു മെത്രാൻ ഒരു കാരണവശാലും തൻ്റെ പ്രെസ്ബിറ്റേറിയ ഉണ്ട്, സഭയിൽ തന്നെ പ്രെസ്ബിറ്റേറിയമുണ്ട്, എന്നുവെച്ചാൽ ഇടവക അച്ഛന്മാരുടെ എല്ലാം കൂട്ടത്തിൽ മെത്താൻ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അച്ഛന്മാരുടെ അഭിപ്രായങ്ങൾ എടുക്കും. പിന്നെ പാസ്റ്റർ കൗൺസിലുണ്ട്. പാസ്റ്റർ കൗൺസിൽ വിളിച്ചിട്ട് അൽമേരയുടെ സംഘടനയാണിത്. അവരോട് ചോദിക്കും. ഇനി മെത്താൻ കുരിയായിൽ സംസാരിക്കും. മെത്താൻ അതുപോലെ തന്നെ അഡ്വൈസറി ബോർഡുണ്ട്, ഉപദേശക സമിതികളുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സംസാരിക്കും, സഭയോട് സംസാരിക്കും. ഇപ്പം KCBC പോലുള്ള പൊതുസഭയോട് അഭിപ്രായം ചോദിക്കും. ഇങ്ങനെ എല്ലാം ചോദിച്ച് വളരെ ഉത്തരവാദിത്വത്തോട് മാത്രമേ മെത്രാന്മാർ സംസാരിക്കത്തുള്ളൂ. കാര്യം അവർക്ക് നല്ല ഉന്നതമായ പഠനമുള്ളവരും ഈ കേരളത്തിലും പുറത്തുമൊക്കെ പഠനമുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് വൈകാരികമല്ലാതെ പ്രൗഢോജ്വലമായ വിചാരത്തോടെ സംസാരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കിക്കോ, എല്ലാ കാര്യം. ഇപ്പോൾ അതിൻ്റെ സെറ്റപ്പ് അറിയാൻ പാടില്ലാത്തവരാണ് പറയണത്, അത് വിവാദമാക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതൊക്കെ പെട്ടെന്ന് വിവാദമാകുന്നതും. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഞങ്ങൾ പണ്ട് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ ജനങ്ങളോട് ഹോമിലിയായിട്ട്. കാര്യം അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉപ്പ് പോലെ അത് കേടാകാതിരിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ്. അത് ഞങ്ങൾ ഇത്രയും കാലങ്ങളിലേക്ക് 2000 കൊല്ലം ഇവിടെ ഉണ്ടാക്കുന്ന ഇസങ്ങളോ അല്ലെങ്കിൽ ഓരോരോ കാലത്തുണ്ടാകുന്ന സഭയുടെ പ്രതിസന്ധികളോ സഭയുടെ ഏതെങ്കിലും പ്രതികൂലമായ സാഹചര്യങ്ങളോ ഒന്നും കണക്കിലെടുത്തിട്ടല്ല പറയണത്. അത് സുവിശേഷത്തിൻ്റെ നിർഭയത്വമാണ്. യേശു തന്നെ പറഞ്ഞതാണ്, എന്താണ്, നിങ്ങൾ ജാഗ്രത പുലർത്തണം.
അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കാൻ. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 14:37 എന്താണ് ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്? എന്താ പറഞ്ഞത്? നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിനുണർന്നിരിക്കണം? മർക്കോസിൻ്റെ 14:37 എന്താ പറയണത്? നിങ്ങൾ ഉണർന്നിരിക്കണം. ആര് പറഞ്ഞതാണ്? ഈശോ പറഞ്ഞതാണ്. അപ്പം ഞങ്ങൾ ഉണർന്നിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. സമൂഹത്തിൽ എന്തെങ്കിലും അപാചകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉണർവ് ഞങ്ങൾ ജനങ്ങളോട് പങ്കുവെക്കും. അത് ഞങ്ങളുടെ ആധ്യാത്മികമായ ബാധ്യതയുടെ ഭാഗമാണ്. അതിൽ രാഷ്ട്രീയക്കാർക്ക് അവിടെ ഒരു ചാൻസും ഇല്ല. അവിടെ ആധ്യാത്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അത് പറയുമ്പോൾ ചിലർ പറയും അവരെ പരാമർശിച്ചു. ആരെയും പരാമർശിച്ചിട്ടില്ല. പ്രധാനച്ഛൻ ആരെയും പരാമർശിച്ചിട്ടില്ല. ഈശോ പറഞ്ഞൊരു കാര്യം, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 14:37 നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം. എന്തിനാണ്? പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. ഇപ്പം നാർക്കോട്ടിസം ഒരു പ്രലോഭനമാണ്. അത് സുവിശേഷമാണത്. പലയാലും മെത്രാനച്ഛൻ പറഞ്ഞൊരു സുവിശേഷമാണ്. എന്താണത്? നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടരുത്, അകപ്പെടാതെ ഉണർന്നിരിക്കണം. അത് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഈശോ പറഞ്ഞ കാര്യം മെത്രാനച്ഛൻ ജനങ്ങളോട് പറഞ്ഞു. അത് അങ്ങേരുടെയും സഭയുടെ മുഴുവനും, അതല്ലേ സഭയെല്ലാം ആ വിഷയത്തിൽ മെത്രാനച്ഛനെ കൂടെ നിൽക്കാൻ കാര്യം എന്താണ്? ഈ വിഷയം ഇതാ. കാര്യം ഞങ്ങൾ കാണുന്നത് ഇതൊരു ആധ്യാത്മിക വിഷയമായിട്ടാണ്. വേറെയുള്ള ആൾക്കാർ മുതലെടുപ്പിന് വേണ്ടി പല വിഷയങ്ങളായിട്ട് കാണുന്നത്, രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് കാണും. അത് ഞങ്ങൾക്ക് പങ്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആത്മാവിൻ്റെ വിഷയമാണ്. നിങ്ങൾ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇപ്പം KCBCയുടെ കമ്മീഷൻ്റെ പേരെന്താണ്? ജാഗ്രത കമ്മീഷൻ, ഉണർവ് കമ്മീഷനാണത്. അത് ജാഗ്രത കമ്മീഷൻ. അതിൻ്റെ ഉദ്ദേശം ഒന്നും ആരെയും ഉപദ്രവിക്കാനോ സങ്കടപ്പെടുത്താനോ ആരെയും കോൺട്ര ചെയ്യാനോ ഒന്നുമല്ല. നമ്മളുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളുടെ മേലെ ആധ്യാത്മിക ജാഗ്രത പുലർത്തണം. അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ തന്നെ മൻമഥൻ സാറിൻ്റെ കാലത്ത്, MP മൻമഥൻ സാറിൻ്റെ കാലത്ത് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മദ്യനിരോധനത്തിൻ്റെ. അപ്പോൾ എൻ്റെ ജനതയെ ബാധിക്കുന്ന വലിയ വിഷയമാണ് മദ്യത്തിൻ്റെത്. അപ്പോൾ ആ ഒരു വിഷയം ട്രേസ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചു. അത് ഷാപ്പുകാർക്കെതിരൊന്നുമല്ല, നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത 7 ഷാപ്പ്, അതുപോലെ തന്നെ നിയമാനുസൃതം പ്രവർത്തിക്കാത്ത എല്ലാ ഷാപ്പുകളും 7 ഷാപ്പുകൾ ഒരുമിച്ച് സമരം നടന്നിട്ടുണ്ട്. ഹൈക്കോടതി കേസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ ജനങ്ങൾക്ക് തെണ്ടിക്കാശ് വാങ്ങിച്ചാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ആരെ ഉപദ്രവിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ആരെയും പിൻപോയിലും ഗൺ പോയിലും നിർത്താനോ ഒന്നുമല്ല. ഇതൊക്കെ ഈ ജീവിതം ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കുള്ള ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ്. ജനത്തിനോടുള്ള ഉത്തരവാദിത്വത്തെക്കാളുപരി ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ്. കാര്യം അകപ്പെടാതിരിക്കാൻ, ഉണർന്നിരിക്കാൻ ക്രിസ്തുവാണ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. പരായല മെത്രാനച്ഛൻ ക്രിസ്തു പറഞ്ഞ ആ ഒരു വിഷയമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഒരു കഥയുമില്ല. പിന്നെ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിച്ചത് തീവ്രവാദികളെ ഉദ്ദേശിച്ചാണ്, വേറെ ആരെയും ഉദ്ദേശിച്ചില്ല. ഇവിടുത്തെ മുസ്ലിംസിനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഖുറാനെ ഉദ്ദേശിച്ചിട്ടില്ല, അതുപോലെ തന്നെ ശരീഅത്തിനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊന്നും ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നമ്മൾ കയറി അഭിപ്രായം പറയുന്നത് കൂടുതൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് മതപരമായ സൗഹാർദ്ദത്തിന് ഒരു വിഷയത്തില്ല. ഞങ്ങൾ ശരീരത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഉണ്ടോ? ഖുർആനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആകപ്പെട്ട് സംസാരിക്കുന്നത് 1% മുസ്ലിംസിൽ 1% വരാൻ സാധ്യതയുള്ള ജിഹാദികളാണ്. അത് കേരളത്തിലുണ്ടെങ്കിൽ അവിടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ ബിവെയറായിരിക്കണം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്കറിയാമല്ലോ, ഈ തീവ്രവാദികളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടായിരിക്കുന്നത്? ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിനാണ്. എത്ര മോസ്കിലാണ് വെടിപൊട്ടിരിക്കുന്നത്?
എന്തുമാത്രം മസ്കില് അതൊക്കെ കേൾക്കുക. നമുക്ക് ഞങ്ങളുടെ പള്ളിയിൽ സംഭവിക്കണ പോലെ ഞങ്ങൾക്കത് ഫീൽ ചെയ്യണത്, അല്ലാതെ അവരുടെ പള്ളിയല്ലേ എന്നുള്ള ഫീല് ഞങ്ങൾ ക്രിസ്ത്യൻസിന് ഇല്ല ശരിക്കും. കാര്യം എത്ര മോസ്കിൽ എത്രയോ മുസ്ലിം സഹോദരങ്ങളാണ് ഇതിൻ്റെ പേരിൽ ബോംബ് വെക്കപ്പെട്ട് തീവ്രവാദികളിൽ നിന്ന് മരിച്ചിരിക്കുന്നത്. അത് പൊതുപ്രശ്നമാണത്, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ലത്, ഒരു പൊതുപ്രശ്നമാണ്. അപ്പോൾ ഒരു പൊതുപ്രശ്നം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ 1% ഉണ്ടായിരുന്നു. അവർ കോഴിക്കട്ടെന്ന് പറയുമ്പോൾ ആ 1% ആൾക്കാർ തലേ കൈ വെച്ചാൽ മതി. അല്ലാതെ ഈ മൊത്തം ആൾക്കാർ തലേ കൈ വെക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ എല്ലാം തലേ കൈ വയ്ക്കുകയാണ്, കേൾക്കണം തലേ കൈ വയ്ക്കണം. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ മാത്രം കോഴിക്കട്ടെന്ന് പറഞ്ഞവൻ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ മാത്രം ഉണ്ടെങ്കിൽ തലേ കൈ വെച്ചാൽ മതി. വരുന്നവരും പോണവരും ഒക്കെ തലേ കൈ വെക്കുമ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ, ആരാണ് ജിഹാദി ആരാണ് ജിഹാദി. അപ്പം അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ. കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റായിട്ട് അറിയാം, 99% ഇസ്ലാം വളരെ സമാധാനപ്രിയരും സ്നേഹമുള്ളവരും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം വിഷയം വലിച്ച് ഈ ഒരു ശതമാനത്തിന് വിഷയം വലിച്ച് 99% ഏറ്റെടുത്തിരിക്കണം പോലെ തോന്നിപ്പിക്കുന്നതാണ് സമൂഹ അന്തരീക്ഷത്തെ വിഷമിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ, ഇത് ഇസ് എ ഹോമിലി, ഒരു കുടുംബ പുരാണമാണ്, ഒരു സ്വകാര്യ കുടുംബ പുരാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് എഴുതി വായിക്കുന്ന യഥാർത്ഥം എഴുതി വയ്ക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇറ്റ്സ് അവരുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം മതവിശ്വസിക്കുന്നത് അവരുടെ ആലയങ്ങളിൽ എന്തെല്ലാം അവരുടെ ജനങ്ങളോട് പറയുന്നു, അതുപോലെ ഒരു കത്രയേ ഉള്ളൂ. ഇതൊരു വിഷയം ഇനി ആക്കരുത്, എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണമെന്ന് കൂടി ഈ സമയത്ത് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി, ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ.